ഹായ്, ഇന്ന് നമുക്കൊരു ചീരത്തോരനാണ് ഉണ്ടാക്കണേ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചീര. അത് നമുക്ക് നന്നായി കഴുകി ഉപ്പ് വെള്ളത്തിലിട്ട് നന്നായിട്ട് വിഷാംശമൊക്കെ കളഞ്ഞ് നമുക്ക് അരിഞ്ഞ് എടുക്കാം. അപ്പോൾ നമ്മുടെ ചീരത്തോരൻ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് ഉള്ളത്. ഇതാണ് നമ്മുടെ ചീര, ഇത് പച്ചമുളക്, ഇത് ചുമന്ന മുളക്, ഇത് സബോള, ഇത് കറിവേപ്പില, ഇത് തേങ്ങ, മഞ്ഞൾപ്പൊടി, കടുക്, ഉപ്പ്. ശരി, നമുക്ക് തുടങ്ങാം. നമുക്ക് കടുക് ഇടാം. കടുക് ഇട്ടു. അപ്പോൾ നമുക്കിത് ഉള്ളി ഒന്ന് ചോപ്പാവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട്. കടുകും കരിവേപ്പിലയും സവോളയും കൂടി ഒന്നും പറയാനില്ല. പിന്നെ പോരാത്തതിന് മുളക്, ചുമന്ന മുളക്. ആഹാ, നല്ല സ്മെല്ല്. ഇനി നമുക്ക് പച്ചമുളക് ഇടാം. പിന്നെ മഞ്ഞൾപ്പൊടി. എന്നുവെച്ചാൽ വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോകാനൊക്കെ നല്ലതല്ലേ മഞ്ഞൾപ്പൊടി. എല്ലാത്തിലും മഞ്ഞൾപ്പൊടി പ്രധാനമാണ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ചീര ഇടാം. ഉഴുന്നും പരിപ്പൊക്കെ ഇടാം, വറുത്തിടുന്നതിലിടാം. ഇട്ടില്ലാന്ന് മാത്രം. ഉഴുന്നും പരിപ്പ് വേണമെങ്കിൽ രണ്ടെണ്ണം ഇട്ടാൽ നല്ലതാണ്. അത് ചിലർക്ക് ഇങ്ങനെ കടിക്കണേ ഇഷ്ടമല്ല. ഉഴുന്നും പരിപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കടിക്കും. അത് ചിലർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാനത് ഇടാത്തത്. സൂപ്പറാണ് കേട്ടോ. അതിൻ്റെ മണം തന്നെ കേട്ടേ ഞാണ്ടല്ലോ. ചോറും നമുക്ക് ഉപ്പിടാം. ജസ്റ്റ് ചീരയെ കിട്ടിയത്. കാരണം നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന നാടൻ ചീരയാണ്. നമ്മുടെ വീട്ടിലുള്ളതല്ല. എന്നാലും ഇനി നല്ലോണം ഒന്ന് വലിയുമ്പോൾ നമുക്ക് തേങ്ങ ഇടാം. അപ്പോൾ നമ്മുടെ ചീര പാകമായി വന്നിട്ടുണ്ട്. ഓക്കെ, നല്ലോണം വെള്ളമൊക്കെ വലിഞ്ഞു. വേണ്ട, വെള്ളമൊക്കെ വലിഞ്ഞു. ഇനി തേങ്ങ ഇടാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, നല്ല ചീരത്തോരനാണ്. എന്നെക്കാളും കൂടുതൽ ചിലപ്പോൾ നിങ്ങൾക്കറിയാം. എങ്കിലും എന്നെക്കൊണ്ട് എനിക്കറിവുള്ള അത് ഞാൻ പറഞ്ഞു തരുന്നു. ഓക്കെ, അപ്പോൾ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കണ്ട. പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇടാൻ നോക്കാം. ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ആവശ്യമാണ്.